മുംബൈയിലെ ബുക്കളയിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെ വിഷഗുളികകൾ വിതരണം ചെയ്ത യുവാവ് അറസ്റ്റിൽ. 15,000 പേരെ കൊല്ലുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് പ്രതിയായ ഫയാസ് പ്രേംജി പോലീസിന് മൊഴി നൽകി. റോഡിലെ റഹ്മദാബാദ് സെമിത്തേരിക്ക് സമീപം നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് സംഭവം. വേദന സംഹാരികളാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ ആളുകൾക്ക് ഗുളികകൾ നൽകിയത്. 3 വനിതാ വോളണ്ടിയർമാർക്ക് തോന്നിയ സംശയമാണ് പ്രതിയെ കുടുക്കാൻ സഹായിച്ചത്. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഇവർ ഗുളികകൾ പരിശോധിക്കുകയും ഉള്ളിൽ പൊടി രൂപത്തിലുള്ള പദാർത്ഥം കണ്ടെത്തുകയും ഉടൻ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഗുളികകൾ കഴിക്കരുതെന്ന് ഉച്ചഭാഷിണിയിൽ മുന്നറിയിപ്പും നൽകി. ഗുളിക കഴിച്ച 11 പേർക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടായി. നിലവിൽ അപകടനില തരണം ചെയ്തു. പ്രതിയുടെ പക്കൽ നിന്ന് 14,900 ഗുളികകളാണ് പോലീസ് പിടിച്ചെടുത്തത്. കൂടാതെ 30,000 ഒഴിഞ്ഞ ക്യാപ്സൂളുകളും 50 കിലോ ഫോസ്ഫറസിനും ഇയാൾ ഓർഡർ ചെയ്തിരുന്നതായി കണ്ടെത്തി. എലിവിഷത്തിൽ അടങ്ങിയിരിക്കുന്ന അതീവ അപകടമുള്ള സിങ്ക് ഫോസ്ഫൈഡ് എന്ന രാസവസ്തുവാണ് ഗുളികകളിൽ അടങ്ങിയിരുന്നതെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഇത് വയറ്റിലെ ആസിഡുമായി കലരുമ്പോൾ ഫോസ്ഫിൻ വാതകം ഉൽപ്പാദിപ്പിക്കുകയും ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നീ അവയവങ്ങൾ തകരാറിലാവുകയും ചെയ്യും. 2019 മുതൽ 2025 വരെ ഫയാസ് പ്രേംജി നിരവധി തവണ ഇറാനും ഇറാഖും സന്ദർശിച്ചതായും കഴിഞ്ഞ 1 വർഷത്തിനിടെ മാത്രം 19 തവണ ഈ രാജ്യങ്ങളിൽ യാത്ര നടത്തിയതായും പോലീസ് അറിയിച്ചു. ഈ യാത്രകളുടെ ഉദ്ദേശവും പരിശോധിക്കും. പ്രതിയുടെ മൊബൈൽ ഫോൺ, സാമ്പത്തിക ഇടപാടുകൾ, ഡിജിറ്റൽ രേഖകൾ, ബന്ധങ്ങൾ എന്നിവ വിശദമായി പരിശോധിച്ച് ഇയാൾ ഒറ്റയ്ക്കാണോ പ്രവർത്തിച്ചതെന്നും മറ്റാരുടെയെങ്കിലും സ്വാധീനമുണ്ടായോ എന്നും പരിശോധിക്കും. പ്രതി മുംബൈയിലെ ഷിയ ഖോജ കമ്മ്യൂണിറ്റി അംഗമാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങി.